بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ألفية بن مالك النصف الأول ക്ലാസ് 64. وإن يكونا مفردين فألف حتما وإلا أتبع الذي ردف. ഇസ്മ, ലഖബ് ഇവകൾ അടുത്ത് വന്നാൽ ലഖബിനെ നിർബന്ധമായും പിന്തിക്കണം എന്നാണ് കഴിഞ്ഞ ബൈത്തിൽ നാം മനസ്സിലാക്കിയത്. എന്നാൽ ആ ഇസ്മും ലഖബും രണ്ടും മുഫ്രദാണെങ്കിൽ, മുഫ്രദ് എന്ന് പറഞ്ഞാൽ തസ്നിയ അല്ലാത്തത് എന്ന അർത്ഥത്തിനല്ല, മുദാഫ് അല്ലാത്തത് ആണെങ്കിൽ ആദ്യത്തേതിനെ രണ്ടാമത്തതിലേക്ക് ഇളാഫത്ത് ചെയ്യൽ നിർബന്ധമാണ്. ആദ്യത്തേതെന്ന് വെച്ചാൽ കഴിഞ്ഞ ബൈത്തിൽ പറഞ്ഞതനുസരിച്ച് ആദ്യത്തേത് ഇസ്മ, ഇസ്മിനെ ലഖബിലേക്ക് ഇളാഫത്ത് ചെയ്തു കൊണ്ടുവരൽ നിർബന്ധമാണ്. അപ്പോ മഅനയിൽ ഒത്തതായ ഒന്നിനെ മറ്റൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്യൽ വരുമല്ലോ എന്നൊരു സംശയമുണ്ട്. അതിന് മറുപടിയായിട്ട് നഹ്വീങ്ങൾ പറഞ്ഞത് ഒന്നാമത്തത് കൊണ്ട് മുസമ്മയും രണ്ടാമത്തത് കൊണ്ട് ഇസ്മും ഉദ്ദേശിക്കാമെന്നാണ്. ഇപ്പൊ രണ്ടും മുഫ്രദായാൽ, മുഫ്രദ് എന്ന് പറഞ്ഞാൽ തസ്നിയ ഉൾപ്പെടെ, തസ്നിയയും പെടാം ഈ മുഫ്രദ് കൊണ്ട് ഉദ്ദേശം. കാരണം മുഫ്രദിന് ഇവിടെ അർത്ഥം മുദാഫല്ലാത്തത് എന്നേ ഉള്ളൂ. എന്നാൽ രണ്ടും മുഫ്രദല്ല എങ്കിൽ രണ്ടും മുറക്കബാവാം, അല്ലെങ്കിൽ ഒന്ന് മുറക്കബും മറ്റൊന്ന് മുഫ്രദുമാവാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ രണ്ടാമത്തതിനെ ഒന്നാമത്തതിനോട് താബിയായി കൊണ്ടുവരണം എന്നതാണ് ഈ ബൈത്തിൽ പഠിപ്പിക്കുന്ന നിയമം. വഇൻ യകൂന ഇസ്മും ലഖബും ആയാൽ മുഫ്രദൈനി, അത് രണ്ടും മുഫ്രദായാൽ, ഫഅലിഫ് ആദ്യത്തേതിനെ അഥവാ ഇസ്മിനെ ലഖബിലേക്ക് നീ ഇളാഫത്ത് ചെയ്തോ, ഹത്മൻ നിർബന്ധമായിട്ടും. വഇല്ല, അത് രണ്ടും കൂടി മുഫ്രദാകുക എന്നതില്ലെങ്കിൽ, രണ്ടും കൂടി മുഫ്രദാകുമ്പോൾ ആണ് ഈ നിയമം. അപ്പൊ ഏതെങ്കിലും ഒന്ന് മുഫ്രദായി മറ്റേത് മുഫ്രദല്ല, അല്ലെങ്കിൽ രണ്ടും മുഫ്രദല്ല എന്നാലും പറയും വയില്ല. ഉദാഹരണങ്ങളൊക്കെ ശാരിഹ് പറയുന്നുണ്ട്. രണ്ടും മുഫ്രദല്ല എങ്കിൽ അത്ബിഅ, നീ താബിയായി കൊണ്ടുവന്നോ, അല്ലദി ഒരു ഇസ്മിന്, റദിഫ അത് തുടർന്നു വന്നിരിക്കുന്നു, അഥവാ രണ്ടാമത്തെ ഇസ്മിനെ ആദ്യത്തെ ഇസ്മിനോട് താബിയാക്കിക്കോ. വഇൻ യകൂന ഐൽ ഇസ്മു വൽ ലഖബു, ഇസ്മും ലഖബും ആയാൽ മുഫ്രദൈനി, അത് രണ്ടും മുഫ്രദായാൽ, ഐ ഗൈറ മുദാഫൈനി, മുഫ്രദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുദാഫ് അല്ലാത്തതായാൽ, ഫഅലിഫ് അൽ ഇസ്മ, ഇസ്മിനെ നീ ഇളാഫത്ത് ചെയ്തോ, ഇലൽ ലഖബി, ലഖബിലേക്ക്, മുറാദം ബിൽ അവ്വലി, ഒന്നാമത്തത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതായ നിലയിൽ, അൽ മുസമ്മ, മുസമ്മയും, വബിസാനി, രണ്ടാമത്തത് കൊണ്ട്, അൽ ഇസ്മു, ഇസ്മിനെയും ഉദ്ദേശിക്കപ്പെട്ടതായ സ്ഥിതിയിൽ, അൽ ഇസ്മ. ഹത്മൻ, അത് നിർബന്ധമായിട്ടും. ഇന്ദ ജുംഹൂരിൽ ബസരിയീന, ബസറക്കാരിൽ നിന്ന് ജുംഹൂറിന്റെയും അടുക്കൽ അങ്ങനെയാണ്. നഹ്വു ഹാദാ സഈദു ഖുർസിൻ, ഹാദ ഇത് ഇവനാകുന്നത് സഈദാണ്.
കുർസ്, കുർസ് കൊണ്ട് ഇസ്മ ഉദ്ദേശിക്കുക. കുർസ് എന്ന ഇസ്മ കൊണ്ടുള്ള മുസമ്മയായ സഈദാണ്. വ ഇല്ല, അങ്ങനെയല്ലെങ്കിൽ, ഐ വൈല്ലം യക്കൂന മുഫ്രദൈനി, രണ്ടും മുഫ്രദല്ല എങ്കിൽ, അതെങ്ങനെ, ബിയൻകാന മുറക്കബൈനി, രണ്ടും മുറക്കബാവൽ കൊണ്ട്, അബ്ദുല്ലാഹി സൈനുൽ ആബിദീൻ, അബ്ദുള്ള സൈനുൽ ആബിദീൻ. അബ്ദുള്ള എന്നുള്ള ഇസ്മാണ്, സൈനുൽ ആബിദീൻ ലഖബാണ്. ഔ കാനൽ അവ്വൽ മുറക്കബൻ വസ്സാനി മുഫ്രദൻ, അല്ലെങ്കിൽ ഒന്നാമത്തത് മുറക്കബൻ രണ്ടാമത്തത് മുഫ്രദ് ആവൽ കൊണ്ട്, അബ്ദുല്ലാഹി കുർസുൻ. ഔ അക്സുഹു, അല്ലെങ്കിൽ അതിന്റെ മദ്കൂറിന് നേരെ അക്സാവൽ കൊണ്ട്, ഒന്നാമത്തത് മുഫ്രദും രണ്ടാമത്തത് മുറക്കബും, കസൈദുൻ സൈനുൽ ആബിദീൻ. ഇത്തരം സന്ദർഭങ്ങളിൽ അത്ബി, നീ താബിയാക്കി കൊണ്ടുവന്നോ, അല്ലദീ റദിഫ, ഏതാണോ തുടർന്നു വന്നത്, ആ തുടർന്നു വന്നതിനെ നീ താബിയാക്കി കൊണ്ടുവന്നോ. ഐ സാനിയ ലിൽ അവ്വലി, സാനിയെ അവ്വലിനോട് താബിയാക്കിക്കോ, ഫി ഇറാബിഹി, അതിന്റെ ഇറാബിൽ. താബിയാക്കുമ്പോ എന്താണ് തർക്കീബ്, ഇമ്മ ബദലൻ, ഒന്നുകിൽ ബദലായിട്ട്, ഔ അത്ഫ ബയാനിൻ, അല്ലെങ്കിൽ അത്ഫ് ബയാനായിട്ട്. വയജൂസുൽ ഖത്ഉ അനി തബഇയ്യത്തി, തബഇയ്യത്തിന് തൊട്ട് മുറിക്കലും ജായിസാകും, ഇല റഫ്ഇ വൻ നസ്ബി, റഫിലേക്കും നസ്ബിലേക്കും മുറിക്കാം, ബി തഖ്ദീരി ഹുവ, റഫിലേക്ക് ഖത്ഉ ചെയ്യുമ്പോൾ ഹുവ എന്ന് സങ്കല്പിച്ചിട്ട്, നസ്ബിലേക്ക് ഖത്ഉ ചെയ്യുമ്പോൾ ഔ ആനി എന്ന് സങ്കല്പിച്ചിട്ട്. ഇങ്ങനെ റഫിലേക്കും നസ്ബിലേക്കും ഖത്ഉ ചെയ്യൽ എപ്പോഴാണ്, ഇൻകാന മജ്റൂറൻ, അത് മജ്റൂറാണെങ്കിൽ, നഹു മറർത്തു ബി സൈദിൻ, സൈനുൽ ആബിദീൻ അല്ലെങ്കിൽ സൈനുൽ ആബിദീൻ, ഞാൻ സൈദിന്റെ അരികിലൂടെ നടന്നു, ഹുവ സൈനുൽ ആബിദീൻ, അവൻ സൈനുൽ ആബിദീനാണ്. അതല്ലെങ്കിൽ ആനി സൈനുൽ ആബിദീൻ, അങ്ങനെയും പറയാം. സൈദിൻ സൈനുൽ ആബിദീൻ ബദലോ അത്ഫ് ബയാനായിട്ട് അങ്ങനെയും പറയാം. മൂന്ന് ഇറാബും അവിടെ പറ്റും. വഇലൻ നസ്ബി, നസ്ബിലേക്ക് ഖത്ഉ ചെയ്യൽ ജായിസാകും, ഇൻകാന മർഫൂഅൻ, അത് മർഫൂ ആണെങ്കിൽ നസ്ബിലേക്ക്, ആനി സങ്കല്പിച്ചിട്ട് നസ്ബിലേക്ക്. വഇല റഫ്ഇ, റഫ്ഇലേക്ക് ഖത്ഉ ചെയ്യൽ ജായിസാകും, ഇൻകാന മൻസൂബൻ, അത് മൻസൂബാണെങ്കിൽ. സക്കറഹു ഫി തസ്ഹീലി, തസ്ഹീൽ എന്ന കിതാബിൽ അത് പറഞ്ഞിരിക്കുന്നു. ഹാദാ സഈദു കുർസിൻ, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഹാദാ സഈദു കുർസിൻ, കുർസ് എന്ന ഇസ്മ കൊണ്ട് പേര് വെക്കപ്പെട്ട മുസമ്മയാണ് സഈദ്. ഐ മുസമ്മാഹു. അവിടെ വജാദൽ കൂഫിയൂന അൽ ഇത്ബാ, അവിടെ കൂഫക്കാർ തന്നെ, ബസർക്കാരിന് ജുംഹൂറിന്റെ അടുക്കലാണ് പറഞ്ഞ നിയമം, കൂഫക്കാർ തന്നെ അൽ ഇത്ബാ, താബിയാക്കലിനെ ജായിസാക്കിയിരിക്കുന്നു. വഖ്താറഹു നാലിമു, നാലിമു അതിനെ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഫിൽ കാഫിയത്തി വ തസ്ഹീൽ, കാഫിയയിലും തസ്ഹീലിലും അതിനെ മുസന്നിഫ് തന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.